നിരാശ മാത്രം സമ്മാനിച്ച് ബ്ലാസ്റ്റേഴ്സും മാനേജ്മെന്റും ഒരു ISL സീസൺ കൂടി അവസാനിപ്പിച്ചു. ഒരുപാട് വാഗ്ദാനങ്ങൾ എല്ലാ സീസണിലെയും പോലെയും ഇത്തവണയും വെറും പാഴ്ചക്കായി. എന്തായാലും ആരാധകർക്ക് ഇതൊരു ശീലമായി. പക്ഷേ ഇനി വരുന്ന പുതിയ ISL സീസൺ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ രൂപം തന്നെ മാറ്റിമറിക്കാവുന്ന കാര്യങ്ങളാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശക്തമായ ആരാധക പ്രതിഷേധങ്ങൾ കനക്കുമ്പോൾ മാനേജ്മെന്റ് ടീമിൽ മുഴുനീള മാറ്റങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ലൂണയെ വരെ ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ലൂണ അടക്കം ഹോർമിപാം, സന്ദീപ്, സച്ചിൻ, മിലോസ്, പെപ്ര, നോവ, ഇഷാൻ തുടങ്ങി 8 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി പകരം ടോപ്പ് സൈനിങ്ങുകൾ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഹോർമിയെയും ലൂണയെയും എന്തിനാണ് ഒഴിവാക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ബെറ്റർ റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഉറപ്പാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ലൂണയെപ്പോലെയുള്ള ഒരു താരത്തെ പകരം കൊണ്ടുവരാൻ മാനേജ്മെന്റ് വിയർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോച്ചിംഗ് സ്റ്റാഫുകളും മുഴുവൻ ബ്ലാസ്റ്റേഴ്സ് ടെക്നിക്കൽ സ്റ്റാഫുകളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും. അതേസമയം ഒഡീഷ FCയിൽ നിന്നും കുറച്ചധികം സ്റ്റാഫുകളും ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ ക്ലബ് ഡയറക്ടർ നിഖിൽ മെയിൻ പദവികളിൽ നിന്ന് ഒഴിഞ്ഞ് പകരം ക്ലബ് CEO അഭിക് ചാറ്റർജി മെയിൻ പദവികൾ വഹിച്ചേക്കും. അതുതന്നെയാണ് അഭിക്കിൻ്റെ മുൻ ക്ലബ്ബായ ഒഡീഷ FCയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരുന്നത്. അവസാനം അഭിക്കിൻ്റെ ഫാമിലി റീയൂണിയൻ ആകാതിരുന്നാൽ മതിയായിരുന്നു. കൂടെ ലൊബേറയും എത്തുമോ എന്ന സംശയവും നിലവിൽ ഉണ്ട്. നിലവിൽ ലൊബേറയടക്കം മൊളീന, ഹബാസ്, റോക്ക, ഡെസ്ബെക്കിംഗ്ഹാം, ഇവാനാശാനും ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ഉണ്ട്. സൂപ്പർ കപ്പ് കഴിയുന്നതോടെ കോച്ചിന്റെ കാര്യത്തിലും തീരുമാനമായേക്കും. എന്തായാലും SD കരോലിസ് പടിയിറങ്ങുമ്പോൾ താങ്ബോയ് സിംഗ് തോ പകരക്കാരന്റെ റോളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ കുറച്ചധികം നല്ല ഇന്ത്യൻ റിക്രൂട്ട്മെന്റ്സും പ്രതീക്ഷിക്കാം. അതായത് ഒരു വമ്പൻ അഴിച്ചുപണി പ്രതീക്ഷിക്കാം. ഇനിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പച്ച പിടിച്ചാൽ മതിയായിരുന്നു എന്ന് 11 വർഷമായി ടീമിനെ പിന്തുണയ്ക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ഫോളോവർ